ഭാര്യ എപ്പോഴെത്തും എന്നുള്ള കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ വഴിയുടെ അറ്റം ഈ പറയുന്നത് പോലെ ഈ ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇവിടെ ഈ വഴി കടന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മിഥുൻ്റെ വീട്ടിലേക്ക്. അച്ഛൻ ഈ പറയുന്ന പോലെ രാവിലെ ഉണ്ടായിരുന്നു, ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. കാരണം ഇനി ഭാര്യ സുജ വരുന്ന ഇതിൻ്റെ കാത്തിരിപ്പിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഇന്നലെ രാവിലെ കുറേയധികം ആളുകൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാം നാട്ടുകാരാണ്. സ്കൂളിൽ പഠിപ്പിച്ചവരുണ്ട്, സ്കൂളിൽ ജോലി നോക്കിയവരുണ്ട്, കൂട്ടുകാരുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ അച്ചമ്മ പോലും പറയുന്നത് അച്ചമ്മയ്ക്ക് അവസാനമായ ഒരു നോക്ക് കാണണം, മോൻ എവിടെയാണ് എന്നാണ് അച്ചമ്മയും ചോദിക്കുന്നത്. അല്പസമയം മുൻപാണ് മുൻപ് കിട്ടിയ സർട്ടിഫിക്കറ്റുകളുമായി ഒക്കെ ഈ അനിയൻ ഇവിടേക്ക് വന്നത്. അനിയൻ വന്ന് അത് അച്ചമ്മയ്ക്കും എല്ലാവർക്കും കാട്ടിക്കൊടുത്തു, അത് കയ്യിൽ നൽകി. അപ്പോഴൊക്കെ വലിയൊരു സങ്കടം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ അച്ഛനെയാണ് കാണുന്നത്. അങ്ങനെ രാവിലെ മുതൽ ഈ വരുന്ന ആളുകളുമായി സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇരിക്കുകയാണ്. പിന്നീട് ഇനി അമ്മ എത്തിയിട്ടാണ് സംസ്കാര ചടങ്ങുകളുടെ കാര്യം തീരുമാനിക്കുക. ഒരുപക്ഷെ നാളെ തന്നെ ഉണ്ടാകും എന്നാണ് രാവിലെ അച്ഛൻ നമ്മോട് പറഞ്ഞത്. എന്തായാലും ആ തരത്തിൽ വലിയൊരു നഷ്ടബോധം ബാധിച്ച വല്ലാത്തൊരാശങ്കയിലാണ് ഈ നാട്ടുകാരെല്ലാം എത്തുന്നത്. നേരത്തെ നമ്മൾ ചുറ്റുപാടുമുള്ള വീട്ടുകാരുമായി സംസാരിച്ചു. ആർക്കും ഏതു സമയവും സഹായത്തിന് വിളിക്കാനും കഴിയുന്ന ഒരു മകൻ്റെ സ്ഥാനത്തായിരുന്നു മിഥുനുണ്ടായിരുന്നത്. കൂട്ടുകാർക്കാകട്ടെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഈ പ്രായഭേദമന്യേ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരുമായും വലിയ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ നിഷ്കളങ്കതയിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ബന്ധമാണ്. അങ്ങനെ വാചാലനാകുമ്പോൾ കിട്ടിയ ബന്ധങ്ങൾ, ആ മനുഷ്യരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. കാരണം രാവിലെ പോയി സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിനീളെ കാണുന്ന മനുഷ്യരെയൊക്കെ ഞാൻ വൈകുന്നേരം തിരിച്ചു വരും, സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയ. എല്ലാവർക്കും പറയാനുള്ളത് ഒരു കാര്യം തന്നെയാണ്, മിടുക്കനായിരുന്നു, എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു. ഒരു പ്രതികരണം കൂടി കാണാം. ഒരു കുഞ്ഞ് ഞാൻ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നില്ലേ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതായിട്ട് പറഞ്ഞ മറ്റു സ്വഭാവങ്ങളൊന്നുമില്ല. അവിടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. പഠിക്കാനും ഒരുവിധം മിടുക്കനായിരുന്നു. അച്ഛന് കണ്ണിന് ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. പോയിട്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ ചില ഇതിലായിപ്പോ എത്രയും വിഷമം വേണ്ട. ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു. അവർ കളിക്കുക, അവരും ഈ മാങ്ങാതിരുന്നത് വരെ ഈ വടക്കേപ്പുറത്തും തെക്കേപ്പുറത്തും ഈ മൂന്നും എല്ലാം മാവേലിൽ നിന്ന് തന്നെ കയറി ഇറങ്ങും. അതെല്ലാം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്.